ആ പറയടി. അതെ, അഞ്ചു വിളിച്ചു. നാളെ ഡിന്നർ കഴിക്കാൻ ചെല്ലുമെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നനു, ആകെപ്പാടെ കുറച്ച് ദിവസമേ നാട്ടിലുള്ളൂ. എല്ലാ ദിവസവും കണ്ടവരുടെ വീട്ടിൽ പോയി കഴിച്ചാൽ എങ്ങനെയാ? നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേടി. ഏട്ടൻ ഈ വിളിക്കുന്ന വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വില കൂടിയ ലാമ്പും വാച്ചും ഡ്രസ്സും ഒക്കെ കൊടുക്കുകയില്ലേ? അതാ ഈ എല്ലാവരും ഡിന്നറിന് വിളിക്കുന്നത്. എടി ഇതൊക്കെ ഒരു രസമല്ലേ? നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് നാളെ പോവാം. നല്ലൊരു ടോർച്ചും ഒരു എമർജൻസി എടുത്ത് വെച്ചാൽ ആ പിള്ളേർക്ക് കൊടുക്കാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് വെച്ചാൽ. ശരി എടാ, ഇതൊക്കെ ഇങ്ങനെ കൊടുത്താൽ നിനക്ക് എങ്ങനെ മുതലാ? എടാ ചിലവാണ്, പക്ഷെ നമ്മൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷമില്ലേ? അത് കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്നും നിറയടാ. ആ പിന്നെ അളിയാ, വന്ന കാര്യം പറയാൻ പറഞ്ഞത്, ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ വെച്ചാൽ നിനക്കും അനുവിനുള്ള ഊണ്. നിങ്ങൾ അങ്ങോട്ട് വന്നേ. ഒന്ന് പോടാ അവിടെ നിന്ന്. നമ്മുടെ എല്ലാ ഫോർമാലിറ്റിൻ്റെ ആവശ്യമുണ്ടോ? ആ ആവശ്യമുണ്ട്. ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. ഞാൻ പോയി എല്ലാം റെഡിയാക്കാം. വൈകിട്ടേ അവിടെ അങ്ങോട്ട് പോയേക്കാം. ഡി പണി ഏറ്റ്. നമ്മൾ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞതേ ആ പൊട്ടം വിശ്വസിച്ചടി. ഇന്നിന് ഡിന്നറൊന്നും വേണ്ട, നമുക്കുള്ളതേ തൽക്കാലം അവനുണ്ടാക്കട്ടെ. എടി, ഇന്ന് പോയിട്ട് ഇവിടെ അത്താഴം. ഇന്ന് ചിറ്റയുടെ വീട്ടിൽ നിന്നാണല്ലേ നമ്മൾ പ്ലാൻ ചെയ്തേ? എന്താ? ആ എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് നേരത്തെ തന്നെ പോയി കഴിക്കണം. എന്നിട്ട് 2 പൊതിഞ്ഞും കൂടെ എടുക്കണം. അതെന്തിനാ? 2 പൊതി ചോറ് കൊണ്ട് 2 എമർജൻസിലാകുമ്പോൾ ഒരു വാച്ചും കൂടെ കിട്ടുള്ള പണി അനുഭവിച്ചു വെച്ചിട്ടുണ്ട്.